നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് പിന്നാലെ വയനാട്ടിൽ കാലാവസ്ഥ പ്രവചിക്കാൻ പുതിയ റഡാർ സ്ഥാപിക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കീഴിലാണ് 150 കിലോമീറ്റർ വരെ പരിധിയിൽ സിഗ്നൽ ലഭിക്കാൻ ശേഷിയുള്ള S-ബാൻഡ് റഡാർ സ്ഥാപിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം ജില്ലകൾക്ക് റഡാർ കൊണ്ട് പ്രയോജനമുണ്ടാവും. ഓരോ 10 മിനിറ്റിലും പ്രവചനം നടത്താൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറണമെന്ന നിർദ്ദേശം കേരളം പാലിച്ചില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഡെലീന കൊങ്ഡം. ഇതേ തുടർന്ന് കമ്മീഷൻ അംഗങ്ങൾ കേരളം സന്ദർശിക്കുന്ന കാര്യം പരിഗണിച്ചു വരുന്നതായി കമ്മീഷൻ അംഗം പ്രമുഖ ചാനലിനോട് പറഞ്ഞു. കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ മറുപടി പോലും നൽകിയില്ല എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ ആരോപണം. ഇന്ത്യയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കടത്തിക്കൊണ്ടുപോയ അമൂല്യ പുരാവസ്തുക്കൾ തിരികെ ഏൽപ്പിച്ച് അമേരിക്ക. ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ 297 അമൂല്യ വസ്തുക്കളാണ് അമേരിക്ക ഇന്ത്യക്ക് തിരികെ നൽകിയത്. അമൂല്യമായ പുരാവസ്തുക്കൾ തിരികെ നൽകിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. ആലപ്പുഴയിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കള്ള് നൽകിയ സംഭവത്തിൽ ഷാപ്പ് ജീവനക്കാർക്കും ലൈസൻസിക്കും എതിരെ എക്സൈസ് കേസെടുത്തു. ചേർത്തല എക്സൈസ് റേഞ്ച് പരിധിയിലാണ് സംഭവം. സ്കൂളിലെ ഓണാഘോഷത്തിനിടയിലാണ് സ്കൂൾ അധികൃതർ അറിയാതെ വിദ്യാർത്ഥികൾ കള്ള് വാങ്ങി കുടിച്ചത്. കള്ളു കുടിച്ച് അവശനിലയിലായ ഒരു വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ വീട്ടിലേക്ക് മാറ്റുകയുമായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലിക്കിടെ അക്രമിയുടെ കുത്തേറ്റു മരിച്ച യുവ ഡോക്ടർ വന്ദന ദാസിന്റെ സ്മരണയ്ക്കായി മാതാപിതാക്കൾ നിർമ്മിച്ച മെഡിക്കൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 10 നടക്കും. പല്ലനയാറിന്റെ തീരത്ത് ആലപ്പുഴ തൃക്കുന്നപ്പുഴ വലിയ പറമ്പിലാണ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. ഒക്ടോബർ 10 വൈകിട്ട് 4 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് വന്ദനയുടെ മാതാപിതാക്കളായ KG മോഹൻദാസും വസന്തകുമാരിയും അറിയിച്ചു. +1 വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർ അടക്കം 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 23-കാരനായ സുന്ദർ എന്നയാളും പ്രായപൂർത്തിയാകാത്ത 2 ആൺകുട്ടികളുമാണ് പിടിയിലായത്. വെള്ളിയാഴ്ച രാത്രി ചെന്നൈക്ക് സമീപം തായമ്പൂരിലാണ് +1 വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി ഹുണ്ടായുടെ ലേറ്റസ്റ്റ് മോഡൽ ഗ്രാൻഡ് i10 കാർ ഇന്നലെ ഉച്ചതിരിഞ്ഞ് ക്ഷേത്രം നട തുറന്നപ്പോഴായിരുന്നു സമർപ്പണം. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഹുണ്ടായുടെ കേരള ഡീലർ കേശ്വിൻ ഉദയകുമാർ റെഡ്ഡിയിൽ നിന്നും കാർ ഏറ്റുവാങ്ങി. ശബരിമലയിലെ വാവരുടെ പ്രതിനിധി വായ്പൂർ വെട്ടിപ്ലാക്കൽ അബ്ദുൽ റഷീദ് മുസ്ലിയാർ അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 7:30 കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. രോഗബാധിതനായിരുന്നെങ്കിലും 2 മാസം മുമ്പ് വരെ ശബരിമലയിലെ ചുമതലകൾ നിർവഹിച്ചിരുന്നു. ഖബറടക്കം ഇന്ന് രാവിലെ 11:30 വായ്പൂർ പഴയപള്ളി ഖബർസ്ഥാനിൽ. അൽ ജസീറയുടെ വെസ്റ്റ് ബാങ്കിലെ ഓഫീസിൽ ഇസ്രായേൽ സേനയുടെ റെയ്ഡ്. 45 ദിവസത്തേക്ക് ഓഫീസ് അടച്ചിടാനും ഉത്തരവിട്ടു. ആയുധകാരികളായ മുഖംമൂടി ധരിച്ച ഇസ്രായേലി സൈനികർ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ റംലയിലെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമാരിക്ക് അടച്ചിടിയിൽ ഉത്തരവ് നൽകി. കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ലെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡു നിർമ്മിക്കുന്നതിനായി മൃഗത്തിന്റെ കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന വിവാദത്തിനു പിന്നാലെ പ്രായശ്ചിത്ത പരിഹാരത്തിനൊരുങ്ങി ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി
പവൻ കല്യാൺ. അതിന്റെ ഭാഗമായി 11 ദിവസത്തെ ദീക്ഷ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിൽപ്പനയ്ക്കെത്തിച്ച 481 ഗ്രാം MDMA സഹിതം 2 പേർ പിടിയിൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് നരീക്കുനി കണ്ടോത്തുംപാറ സ്വദേശി മനയിൽ തൊടുകയിൽ മുഹമ്മദ് ഷഹ്വാൻ, പുല്ലാളൂർ പുനത്തിൽ ഹൌസിൽ പി മിജാസ് എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ വി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള ടൗൺ പോലീസുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നടക്കാവ് പണിക്കർ റോഡിൽ വീണ്ടും കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് ചളിക്കുളമായത് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നു. അമൃത് കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുക്കുന്നതിനിടെയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. പൊട്ടിപ്പൊളിച്ചിട്ട റോഡിലൂടെ വെള്ളം ഒഴുകി ചളി നിറഞ്ഞ റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതു സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടും പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. കുറ്റ്യാടി ബൈപ്പാസിനായി 2.5 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ പരിശ്രമം സഫലമാകുന്നു. ശിലാസ്ഥാപനം 30-ന് വൈകിട്ട് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. മുൻ MLA-മാരായ മത്തായി ചാക്കോ തുടക്കമിട്ട് KK ലതിക, പാറക്കൽ അബ്ദുള്ള എന്നിവരിലൂടെ വികസിച്ച് KP കുഞ്ഞമ്മദ്കുട്ടി MLA-യിലൂടെ യാഥാർത്ഥ്യമാവുകയാണ്. അതത് കാലത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും ഇക്കാര്യത്തിനായി രംഗത്തിറങ്ങുകയുണ്ടായി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.